നമുക്കിന്ന് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കാണാം കേട്ടോ. അത് നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് പച്ചക്കറികളാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്യാപ്സിക്കം, പിന്നെ അതായത് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി നന്നായിട്ട് പൊടി ആയിട്ട് അരിഞ്ഞതാണ്, പിന്നെ സവാള എടുത്തിട്ടുണ്ട്, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, സ്വീറ്റ് കോൺസ് ഉണ്ട്, പിന്നെ ഇതൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. ഇനി വേണ്ട 2 കോഴിമുട്ടയാണ്. ഇത് രണ്ടും പൊട്ടിച്ചൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഹെർബ് മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്ത മിക്സോ അങ്ങനെ ഹെർബ്സിൻ്റെ ഒരു മിക്സ് കിട്ടുമല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ വൈറ്റ് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുത്തത്, അതൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബൈൻഡ് ചെയ്ത് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, വല്ലാണ്ട് സ്ട്രോങ് ഇത്തിരി ഒരു ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളാണ്. നമുക്ക് വേണമെങ്കിൽ ക്യാബേജും ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കം ഇതെല്ലാം ഒരു ചോപ്പറിലിട്ടൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടായാലും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് മാത്രമാണ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നോൺ സ്റ്റിക്കാണ് എൻ്റെ ഉള്ളത്, അതുകൊണ്ട് അല്പം എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഉണ്ടാക്കി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുട്ടയൊക്കെയാണല്ലോ ചേർത്തേക്കണേ, അപ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട. ഒരു 30 സെക്കൻഡ് അത്രയും മതിയാവും ഒരു സൈഡ് ഒന്ന് കുക്ക് ചെയ്യാൻ. അതൊന്ന് നമുക്ക് വിട്ട് കിട്ടാവുന്ന രീതിയിൽ ഒന്ന് മറിച്ചിടാൻ പറ്റാവുന്ന ആ ഒരു രീതിയിൽ കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 1 മിനിറ്റ് തികച്ച് വേണ്ട കേട്ടോ ഇത് ഓരോന്നും കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് എന്തെങ്കിലും ടൊമാറ്റോ സോസിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നിയുടെ ഒപ്പം കഴിക്കാനൊക്കെ നല്ലതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ അതിൽ ഈ ഒരു പച്ചക്കറികളും അതുപോലെ തന്നെ ഹെർബ് മിക്സും ഒക്കെ ചേർത്തിട്ട് അങ്ങനെയും തയ്യാറാക്കാം കേട്ടോ. മുട്ട ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ബാറ്ററിൽ ഈ ഒരു പച്ചക്കറികളൊക്കെ ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അങ്ങനെയും കുട്ടികൾക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ ഒരു ചെറിയ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ചെറിയ ചീസിൻ്റെ കുഞ്ഞു സ്ലൈസസോ അല്ലെങ്കിൽ ചീസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും വളരെ ടേസ്റ്റാണ്. അങ്ങനെയും നമുക്ക് തയ്യാറാക്കാം. ഞാനിതിപ്പോൾ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലത് ചീസ് വെക്കാതെയും ചിലത് ചീസൊക്കെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ ഒന്ന് മേലെ ചീസ് വെച്ചിട്ട് മേലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. ഇത് എത്ര വേണമെങ്കിലും കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഓയിലും വളരെ കുറവ് ഓയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഫ്ലെയിം എപ്പോഴും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി. ഈ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് തന്നെ കുക്കാവുന്ന വെജിറ്റബിൾസാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കൂ കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.